നമുക്ക് ഈ പട്ടം പറത്തുന്നവരെ ഇന്റർവ്യൂ ചെയ്യാം. നിങ്ങൾ എവിടെ നിന്നാണ് വന്നത്? ഈ പട്ടം ഉണ്ടാക്കിയത് ആരാ? ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അപ്പൂസ് കിച്ചൺ. എല്ലാവർക്കും അപ്പൂസ് കിച്ചണിലേക്ക് സ്വാഗതം. പുതുവർഷമായിട്ട് എല്ലാവരും ഉഷാറായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. ഇവിടെ മക്കൾക്ക് ഇത്തിരി ജലദോഷപ്പനിയും മറ്റും ഉണ്ടായി എന്നല്ലാതെ വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ പോകുന്നു. ഇന്നത്തെ വ്ളോഗ് ഒരു പ്രവൃത്തി ദിനമാകാമെന്ന് കരുതി. സാധാരണ ഞാൻ ഹോളിഡേയ്സാണ് ഷൂട്ട് ചെയ്യാറ്, നിങ്ങൾക്കറിയാം. അപ്പോൾ ഇന്നത്തെ ദിവസത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കാലത്ത് നല്ല ധൃതിയാണ്. എല്ലാം പെട്ടെന്ന് തയ്യാറാക്കി വെച്ചാലേ മക്കൾക്ക് പോകുന്ന നേരമാകുമ്പോഴേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയാകത്തുള്ളൂ. അപ്പോൾ അതൊക്കെ ഒരുക്കുന്ന തിരക്കിലാണ്. മക്കളെ സ്കൂളിലേക്ക് അയച്ച ശേഷം തോട്ടത്തിലേക്കൊക്കെ ഒന്ന് ഇറങ്ങി. ഞങ്ങൾ വാങ്ങിച്ച ഒരു മാവിൻ തൈ കായ്ച്ചിട്ടുണ്ടായിരുന്നു. അതിൽ 2 മാങ്ങ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഒന്ന് ഹസ്ബൻഡ് പൊട്ടിച്ചെടുത്ത് ഞങ്ങൾ കഴിച്ചു നോക്കി. നല്ല പുളിയൊക്കെ ഉള്ള മാങ്ങയാണ്. ചെറിയ മാവിൻ തൈയിലാണ് ഈ മാങ്ങ ഉണ്ടായത് കേട്ടോ. അപ്പം ഇന്ന് ഞാൻ കുറേ നാളുകൂടിയിട്ട് ബിരിയാണി മസാല ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. നമ്മൾ ഈ ഗരം മസാല കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിനേക്കാളും ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കുന്നതാണ് നല്ലതെന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. അതിനായി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് ചൂടായി വരുമ്പോൾ തീ കുറച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ചധികം ഗ്രാമ്പൂ, ഏലക്ക, കുരുമുളക്, ജീരകം പെരുംജീരകവും നല്ല ജീരകവും രണ്ടും ചേർത്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് പട്ട, കറുവാപ്പട്ട, പിന്നെ ബിരിയാണി മസാലയുടെ മിക്സ് വാങ്ങിക്കാൻ കിട്ടുമല്ലോ നമുക്ക്, അതുകൂടി ചേർത്തിട്ടുണ്ട്. അതാകുമ്പോൾ നമ്മൾ ജാതിക്കയും അങ്ങനെ എല്ലാ സാധനങ്ങളും നമ്മൾ മിക്സ് ചെയ്യാതെ നമുക്കിതിലേക്ക് ചേർക്കാം. അപ്പോൾ അതൊക്കെ ചേർത്ത് ഒന്ന് നന്നായി ഇളക്കി വറുത്തെടുത്തിട്ടുണ്ട്. ഇതിന് ചൂടാറാൻ വേണ്ടിയിട്ട് വെച്ചിട്ട് ഒന്ന് ചൂടാറി തുടങ്ങിയാൽ നമുക്ക് മിക്സർ ഗ്രൈൻഡറിലിട്ടിട്ട് നന്നായി പൊടിച്ചെടുക്കാം. ഇനിയിപ്പോൾ കുറേ നാളത്തേക്ക് വേണ്ട ബിരിയാണി മസാല റെഡി ആയിട്ടുണ്ട്. കാലത്ത് സ്കൂളിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ജാസ്മിൻ എനിക്ക് ഗ്രേപ്സൊക്കെ എടുത്ത് പൊട്ടിച്ചെടുത്ത് വെള്ളത്തിലിട്ട് തന്നിട്ടുണ്ടായിരുന്നു. ഇത് ഇത്തിരി പുളിയുള്ള മുന്തിരിയാണല്ലോ, അതുകൊണ്ട് തന്നെ ഞാനിത് സാധാരണ പുഴുങ്ങിയെടുത്തിട്ട് മക്കൾക്ക് ജ്യൂസാക്കി കൊടുക്കുകയാണ് ചെയ്യാറ്. ഈ പുഴുങ്ങിയെടുത്ത മുന്തിരി ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും ഉച്ചഭക്ഷണത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങി. ഇന്ന് ലഞ്ച് പെട്ടെന്ന് പ്രിപ്പയർ ചെയ്ത് വെക്കേണ്ട ആവശ്യമുണ്ട്. ഞങ്ങളൊരു സ്ഥലം വരെ പോകാനിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ തോട്ടത്തിൽ നിന്ന് കിട്ടിയ വെണ്ടയാണ് ഇന്ന് തോരൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തത്. ഈ പച്ചമുളകും തോട്ടത്തിൽ നിന്ന് തന്നെ കിട്ടിയതാണ് കേട്ടോ. നമ്മുടെ വീട്ടുമുറ്റത്ത് ഉണ്ടാവുന്ന സാധനങ്ങൾ വെച്ചിട്ട് പാകം ചെയ്യാൻ വല്ലാണ്ടൊരു സന്തോഷം വരുന്ന കാര്യമാണല്ലേ. വീട്ടുമുറ്റത്തൊരു പച്ചക്കറി തോട്ടം ഉണ്ടെങ്കിൽ നമ്മുടെ അടുക്കളയ്ക്കൊരു മുതൽക്കൂട്ടാവും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവും ഇല്ല അല്ലേ. മുറ്റത്തെ വിറകടുപ്പിൽ നിന്നാണ് ഇപ്പം ഞാൻ ചോറൊക്കെ വെക്കാറുള്ളത്. ഇന്ന് ചോറുണ്ടാക്കി കഴിഞ്ഞപ്പോൾ അതേ അടുപ്പിൽ തന്നെ പെട്ടെന്ന് ചിക്കൻ ഫ്രൈ ചെയ്യാൻ വെച്ചു. പിന്നെ എൻ്റെ മൺചട്ടി പ്രേമം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോൾ ഇന്നത്തെ തോരൻ ഉണ്ടാക്കിയത് മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടാണ്. എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചെടുത്ത് വെണ്ടയൊക്കെ വറുത്തെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ
ഇന്ന് പെട്ടെന്ന് ലഞ്ച് തയ്യാറാക്കിയത് എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഹസ്ബൻഡിൻ്റെ ഉമ്മയെ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോകുന്നുണ്ട്. ഹസ്ബൻഡിൻ്റെ ഉമ്മ ഇപ്പോൾ മകളുടെ വീട്ടിലാണുള്ളത്. ഹസ്ബൻഡിൻ്റെ അനിയത്തിയുടെ വീട്ടിൽ കുഞ്ഞിമംഗലത്താണുള്ളത്. അങ്ങനെ ഞങ്ങൾ ഉമ്മാനെ കാണാൻ വേണ്ടി അവിടെ ചെന്നിട്ടുണ്ട്. ഇവിടെ ഹസ്ബൻഡിൻ്റെ അനിയത്തിയുടെ ഹസ്ബൻഡിൻ്റെ ഉമ്മയും ഉപ്പയും ഒക്കെ ഉണ്ട് കേട്ടോ. അവരോടൊക്കെ കുറേ നേരം വർത്തമാനം പറഞ്ഞിരുന്നു. അപ്പോൾ ഇവിടെ ഷെസിയൊക്കെ ഇരുന്ന് ഞങ്ങളോട് സംസാരിക്കുന്നുണ്ട്. ഇത് ഹസ്ബൻഡിൻ്റെ പെങ്ങളെ കുട്ടിയാണ്. കുറേ നേരം വർത്തമാനം പറഞ്ഞിരുന്നപ്പോഴേക്കും അപ്പൂനെ സ്കൂളിൽ നിന്ന് കൂട്ടേണ്ട സമയമായി. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഭാഗ്യത്തിന് സ്കൂളിലെത്തുമ്പോഴേക്കും സ്കൂള് വിടുന്നതേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ അപ്പൂനെയും കൂട്ടി തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട്. ആ സമയമാകുമ്പോഴേക്കും മാസിൻ്റെ സ്കൂള് കഴിഞ്ഞിട്ട് മാസിൻ ലഞ്ച് ബ്രേക്കിൻ്റെ നേരമായതുകൊണ്ട് തന്നെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. അവന് ഉച്ചയ്ക്ക് ചോറുണ്ണാൻ വീട്ടിൽ വന്നിട്ട് വീണ്ടും സ്കൂളിലേക്ക് പോവേണ്ടതുണ്ട്. പെട്ടെന്ന് തന്നെ ചോറൊക്കെ വിളമ്പിക്കൊടുത്തു. അവനവിടുന്ന് ചോറ് കഴിച്ചുകൊണ്ടും മൊബൈൽ യൂസ് ചെയ്യാണ്. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മുന്തിരി നന്നായി തണുത്തിട്ടുണ്ട്. ഇനി ഇതൊരു പ്ലാസ്റ്റിക് കണ്ടെയ്നറിലേക്ക് മാറ്റാം. ഇങ്ങനെ ഞാൻ പ്ലാസ്റ്റിക് കണ്ടെയ്നറിലാക്കിയിട്ട് വെച്ചിട്ടാണ് അതിഥികളൊക്കെ വരുമ്പോൾ പെട്ടെന്ന് ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. മക്കൾക്ക് വേണ്ടിയിട്ടുള്ളത് സ്റ്റീൽ കണ്ടെയ്നറിലാക്കി വെച്ചിട്ടുണ്ട്. സാധാരണ ഉച്ചയൂണ് കഴിഞ്ഞാൽ ഞാൻ ഇത്തിരി നേരം വിശ്രമിക്കും. ഹസ്ബൻഡ് മിക്കപ്പോഴും എന്തെങ്കിലുമൊക്കെ ആയിട്ട് തിരക്കായിരിക്കും കേട്ടോ. ഇന്ന് മറുവാനയും കൂട്ടിയിട്ട് മുയലിന് കൂടും മറ്റും നിർമ്മിക്കുന്ന തിരക്കിലാണ്. ഈ ഫ്രെയിം നിങ്ങൾക്ക് അറിയുണ്ടാവും, എൻ്റെ ഇൻഡോർ പ്ലാന്റ്സൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് വെച്ചിരുന്ന സ്റ്റാൻഡാണ്. ഇപ്പോൾ ഇതെടുത്തുകൊണ്ട് പോയിട്ടാണ് മുയലിനും പ്രാവിനൊക്കെ കൂടൊരുക്കുന്നത്. അപ്പൂസിന് ഈയിടെയായിട്ട് സൈക്കിൾ ചവിട്ടണം എന്നുള്ള ആഗ്രഹം തുടങ്ങിയിട്ടുണ്ട്. ഇത്രയും കാലമായിട്ട് അവൾ സൈക്കിള് ചവിട്ടണം എന്നൊന്നും പറയാറുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവളെ കുഞ്ഞ് സൈക്കിൾ ഞങ്ങൾ മറ്റാർക്കോ കൊടുക്കുകയാണ് ഉണ്ടായത്. ഇപ്പോൾ അവൾ സൈക്കിൾ പഠിക്കണം എന്നില്ല വാശിയിലാണ്. അപ്പോൾ മറുവാനും ജാസ്മിനും ചേർന്ന് അവളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ പ്രാവുകൾ 2 എണ്ണം ഇന്നലെ കൂട്ടിലടക്കുമ്പോഴേക്കും പുറത്തേക്ക് പറന്നു പോയിട്ടുണ്ടായിരുന്നു. ആ ഒരു സങ്കടത്തിലായിരുന്നു ഞങ്ങളെല്ലാവരും ഇന്നലെ. പക്ഷേ ഇന്ന് വൈകുന്നേരം ആകുമ്പോഴേക്കും ആ 2 പ്രാക്കളും തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമുണ്ട് കേട്ടോ. ഇന്ന് വൈകുന്നേരത്തേക്ക് എന്തെങ്കിലും സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വീണ്ടും കിച്ചണിലേക്ക് കയറിയിട്ടുണ്ട്. ഇന്ന് ഷവർമ ബോൾസാണ് കേട്ടോ തയ്യാറാക്കിയത്. ഇന്നലെ ഞാൻ കുബൂസിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ മൈദ മാവ് ഫ്രിഡ്ജിൽ കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ അതുള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കുറച്ച് ഷവർമ ബോൾസ് തയ്യാറാക്കാൻ പറ്റി. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ വളരെ ഈസിയാണ് കേട്ടോ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് ക്യാരറ്റും ക്യാബേജും ഒക്കെ നന്നായിട്ട് അരിഞ്ഞെടുത്തിട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്താൽ മതിയാകും. അതിനോടൊപ്പം കുറച്ച് മയണൈസ് ചേർക്കുക. പിന്നെ ഉച്ചക്ക് ഞാൻ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ കുറച്ച് ബാക്കിയുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് മുറിച്ചെടുത്തിട്ട് ഇതിൻ്റെ കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ മസാലക്കൂട്ട് നമ്മൾ വട്ടത്തിൽ പരത്തിയ നമ്മുടെ മാവിന് മുകളിൽ നിരത്തിയിട്ട് അതിന് മുകളിൽ അതേപോലെ പരത്തിയെടുത്ത മറ്റൊരു ഷീറ്റ് കൂടി വെച്ചിട്ട് നമ്മൾ റൗണ്ടായിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നതാണ് ഈ ഷവർമ സ്നാക്സ്. ഇത് മക്കൾക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. ഇന്ന് അവർ കോഫി മതിയെന്ന് പറഞ്ഞിട്ട് അവർക്ക് വേണ്ടിയിട്ട് ഞാൻ കോഫി ഉണ്ടാക്കി കൊടുത്തു. ഹസ്ബൻഡിനും എനിക്കും വേണ്ടിയിട്ട് ചായ ഉണ്ടാക്കി. ഇതൊക്കെ കഴിയുമ്പോഴേക്കും വൈകുന്നേരം ആയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾക്ക് ഇന്ന് ബീച്ചിൽ പോകാനുള്ളത് കൊണ്ട് തന്നെ എല്ലാവരും നല്ല മൂഡിലാണ്.
ഞങ്ങളുടെ വീടിനടുത്തുള്ള ബീച്ചിലേക്കാണ് എല്ലാവരും എത്താന്ന് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ അവിടെ എത്തുമ്പോഴേക്കും അവരൊന്നും എത്തിയിട്ടുണ്ടായിരുന്നില്ല. പട്ടമൊക്കെ ഉണ്ടാക്കുന്ന തിരക്കിലായിരിക്കും അനിയൻ. അവൻ എത്താൻ കുറച്ച് താമസിച്ചിട്ടുണ്ട്. ആ ഒരു സമയം ഹസ്ബൻഡ് ജാസ്മിനെ ബൈക്ക് ഓടിക്കാൻ പഠിപ്പിക്കുന്നുണ്ട്. ഞങ്ങളെല്ലാവരും കൂടി സൈക്കിള് ഓടിക്കുകയും അങ്ങനെ കുറച്ച് കളിയും ചിരിയുമായിരിക്കുമ്പോഴേക്കും അനിയത്തിയും മക്കളും അനിയനും ഒക്കെ എത്തിയിട്ടുണ്ട്. പട്ടം പോലെ ആകുന്നില്ല. സന്തോഷ് കുളങ്ങരന്റെ പട്ടാകുന്നില്ല. അവരെല്ലാവരും ചേർന്ന് പട്ടം പറപ്പിക്കുന്ന തിരക്കിലാണ്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ കൂടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ ബീച്ചിൽ ഇങ്ങനെ പട്ടം പറപ്പിക്കുകയും ഒക്കെ ചെയ്തിരിക്കുമ്പോഴേക്കും വളരെ യാദൃശ്ചികമായിട്ട് എൻ്റെ അനിയൻ്റെ ഞങ്ങളുടെ പൊന്നാങ്ങളയുടെ ഭാര്യ കൂടി വന്നിട്ടുണ്ട്, റംസി. അപ്പോൾ റംസീനെ കണ്ട സന്തോഷത്തിൽ അത് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അതുമാത്രമല്ല സന്ധ്യ ആയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ കുറേ നേരം ഒത്തിരി സംസാരിച്ചിരുന്നു. അപ്പോഴേക്കും സന്ധ്യ ആയതുകൊണ്ട് തന്നെ വീട്ടിൽ പോകേണ്ട നേരമായി. അപ്പോൾ ഒരു രസകരമായ ഈവനിങ്ങിന് ശേഷം വീട്ടിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ലഘുവായിട്ട് എന്തെങ്കിലും മതി കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാമെന്ന് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. ഉച്ചക്കത്തെ ചോറാണ് ഹസ്ബൻഡ് കഴിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഞാൻ പാൽക്കഞ്ഞിയാണ് ഉണ്ടാക്കിയത്. പാൽക്കഞ്ഞി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പ്രഷർ കുക്കറിൽ കുഞ്ഞരി വേവാനിട്ടിട്ടുണ്ട്. നമ്മൾ ബിരിയാണിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന അരിയാണ് കേട്ടോ ഇതിനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിനിടയിൽ മക്കൾ ഓൺലൈൻ ക്ലാസ്സിന് വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ട്. അവർക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഗ്രേപ്സ് എടുത്തിട്ട് നല്ല ജ്യൂസ് ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല പതയോട് കൂടിയിട്ടുള്ള ഗ്രേപ്പ് ജ്യൂസ് റെഡിയായി. അപ്പോൾ മക്കൾക്ക് ജ്യൂസൊക്കെ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം പാൽക്കഞ്ഞിക്കായുള്ള തേങ്ങ അരച്ചെടുക്കാനുള്ള ഒരുക്കത്തിലാണ് ഞാൻ. തേങ്ങക്കൊപ്പം ഒരു സവാളയുടെ പകുതി കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. എങ്കിലാണ് ഈ കഞ്ഞിക്ക് അതിൻ്റേതായ ഒരു ടേസ്റ്റ് വരുന്നത്. അങ്ങനെ ഈ തേങ്ങ നന്നായി അരച്ച് 1-ാം പാലും 2-ാം പാലും എടുത്തു വെച്ചിട്ടുണ്ട്. ഈ സമയത്ത് ഹസ്ബൻഡും മർവാനും ചേർന്നിട്ട് പ്രാവുകൾക്കും കോഴികൾക്കുമുള്ള ഭക്ഷണമൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അവർ തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ വെന്ത അരിയിലേക്ക് ഞാൻ 2-ാം തേങ്ങാപ്പാൽ ചേർത്തിട്ടൊന്ന് നന്നായി തിളപ്പിച്ചെടുത്തു. ഇനി കുറച്ച് അല്പം കൂടി ചേർത്ത് കൊടുത്ത് 1-ാം പാൽ കൂടി ചേർത്ത് കൊടുത്താൽ നമ്മുടെ കഞ്ഞി റെഡിയായി, പാൽക്കഞ്ഞി റെഡിയായി. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന അരി വയനാടൻ കൈമയോ ജീരകശാല റൈസ് അങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞിട്ട് വാങ്ങിക്കാറുള്ള അരിയാണ് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടാവും.
ഈ പാൽക്കഞ്ഞി ഞങ്ങളുടെ വീട്ടിലെ ഫേവററ്റ് ഐറ്റമാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കണ്ട. നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം എനിക്ക് അത്യാവശ്യമാണ്. അപ്പോൾ ഇത്ര കാലമായിട്ട് എൻ്റെ കൂടെ തന്നെ എന്നെ സഹിച്ച് എൻ്റെ വ്ളോഗൊക്കെ കാണുന്ന നിങ്ങൾക്ക് എൻ്റെ എല്ലാവിധ നന്ദിയും ഞാൻ അർപ്പിക്കുകയാണ്. അപ്പോൾ പതിവ് പോലെ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. കമൻറ്റ് കോളത്തിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് എഴുതിക്കോളൂ. എല്ലാവർക്കും പതിവ് പോലെ അപ്പൂസ് കിച്ചൻ്റെ ആശംസകൾ. താങ്ക് യു സോ മച്ച്.